നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു യഥാർത്ഥ ക്രൈം ത്രില്ലറിൻ്റെ ലോകത്തേക്ക് കടക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏക പരിഹരിക്കപ്പെടാത്ത വിമാനം തട്ടിക്കൊണ്ടുപോകൽ കേസ് DB കൂപ്പറിൻ്റെ കഥ. 1971 ഒരു സാധാരണ മനുഷ്യൻ ഡാൻ കൂപ്പർ എന്ന പേര് വ്യാജമായി ഉപയോഗിച്ച് ഒരു വിമാനത്തിൽ കയറി. അവൻ $2 ലക്ഷം, അന്നത്തെ $20 ലക്ഷം തുല്യമായ തുക മോഷ്ടിച്ചു. ഒരു പാരച്യൂട്ടുമായി കൊടുങ്കാറ്റിൻ്റെ ഇരുട്ടിലേക്ക് ചാടി. പിന്നീട് അവനെ ആരും കണ്ടിട്ടില്ല. ആരായിരുന്നു ഈ മനുഷ്യൻ? ഒരു ജീനിയസോ, ഒരു ഭ്രാന്തനോ, അതോ ഒരു സിനിമാ ഹീറോയെ പോലെ ധൈര്യമുള്ളവനോ? അവൻ ജീവിച്ചോ, മരിച്ചോ? FBI പോലും 50 വർഷത്തിന് ശേഷം ഈ രഹസ്യം തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മലയാളം ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഈ കഥ കേൾക്കാൻ നീ തയ്യാറാണോ? അപ്പോൾ ഒരു യാത്ര തുടങ്ങാം. 1970-കൾ അമേരിക്കയിൽ ഒരു വിചിത്ര കാലഘട്ടമായിരുന്നു. സ്കൈജാക്കിംഗ് എന്ന വിമാനം തട്ടിക്കൊണ്ടു പോകൽ ഒരു സിനിമാ ട്രെൻഡ് പോലെ സാധാരണമായിരുന്നു. 1960-കളുടെ അവസാനം മുതൽ ക്രിമിനലുകൾ, രാഷ്ട്രീയ പ്രവർത്തകർ പോലും ശ്രദ്ധയ്ക്കായി വിമാനങ്ങൾ ഭീഷണിപ്പെടുത്തി. എന്തുകൊണ്ട്? കാരണം അന്ന് വിമാനയാത്രയ്ക്ക് ഇന്നത്തെ പോലെ കർശനമായ സുരക്ഷാ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഒരു ടിക്കറ്റ് വാങ്ങാൻ ID പോലും ആവശ്യമില്ല. ലോഹ ഡിറ്റക്ടറുകൾ അവ 1973 ശേഷം മാത്രമാണ് വന്നത്. ഈ വൈൽഡ് വെസ്റ്റ് പോലുള്ള കാലത്താണ് DB കൂപ്പർ പ്രത്യക്ഷപ്പെടുന്നത്. 1971 നവംബർ 24 താങ്ക്സ് ഗിവിംഗ് ദിനത്തിൻ്റെ തലേന്ന് ഒറിഗൺ സംസ്ഥാനത്തെ പോർട്ട്ലാൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു മധ്യവയസ്കൻ നടന്നു വന്നു. കറുത്ത സ്യൂട്ട്, വെളുത്ത ഷർട്ട്, കറുത്ത ടൈ, മിനുസമുള്ള ഒരു ബ്രീഫ് കേസ്. അവനൊരു ബിസിനസ്സുകാരനെ പോലെ തോന്നിച്ചു. അവൻ്റെ പേര് ഡാൻ കൂപ്പർ എന്നാണ് അവൻ പറഞ്ഞത്. $18.52 നോർത്ത് വെസ്റ്റ് ഓറിയൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് 305 ഒരു ഒറ്റവഴി ടിക്കറ്റ് വാങ്ങി സിയാറ്റിലേക്കുള്ള ഈ ബോയിങ് 727 വിമാനത്തിൽ കയറി. അവൻ്റെ പെരുമാറ്റം വളരെ ശാന്തം, മാന്യം, ഒരു പുഞ്ചിരി മുഖത്ത്. ആരും സംശയിച്ചില്ല ഈ മനുഷ്യനൊരു ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണെന്ന്. വിമാനത്തിൽ കൂപ്പർ പിന്നിലെ 18C സീറ്റിലിരുന്നു. 36 യാത്രക്കാർ, 6 ക്രൂ അംഗങ്ങൾ, ഒരു ചെറിയ ഫ്ലൈറ്റ്. അവനൊരു ബോർബൺ ആൻഡ് സോഡ ഓർഡർ ചെയ്തു. ഒരു റെയ്നാൾഡ് സിഗരറ്റ് വലിച്ചു. എല്ലാം സാധാരണമായിരുന്നു. വിമാനം ഉയർന്നപ്പോൾ വരെ അവിടെ കൂപ്പറിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടു. ഈ മനുഷ്യൻ ഒരു ബോംബുമായി ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ തയ്യാറായിരുന്നു. വിമാനം ആകാശത്ത് 10,000 അടി ഉയരത്തിലെത്തിയപ്പോൾ കൂപ്പർ തൻ്റെ ആദ്യ നീക്കം നടത്തി. 21-കാരിയായ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഫ്ലോറൻസ് ഷാഫ്നർ അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവൻ ഒരു കടലാസ് കഷ്ണം അവർക്ക് നൽകി. ഫ്ലോറൻസ് ഇതൊരു ഫോൺ നമ്പറോ പ്രണയലേഖനോ ആണെന്ന് കരുതി ബാഗിൽ വെച്ചു. പക്ഷെ കൂപ്പർ അവളെ വിളിച്ച് ചെവിയിൽ മന്ത്രിച്ചു. "നിന്റെ ബാഗ് നോക്കൂ മിസ്, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്." ഫ്ലോറൻസിൻ്റെ ഹൃദയം ഒരു നിമിഷം ഒന്നു. അവൾ ആ കടലാസ് തുറന്നു. അതിലെഴുതിയിരുന്നു $2 ലക്ഷം, $20 നോട്ടുകളായി 4 പാരച്യൂട്ടുകൾ, ഇല്ലെങ്കിൽ ഞാൻ ഈ വിമാനം തകർക്കും. നോ ഫണ്ണി ബിസിനസ്. ഫ്ലോറൻസ് ഭയന്ന് കൂപ്പറിൻ്റെ ബ്രീഫ് കേസിലേക്ക് നോക്കി. അതിൽ 8 ചുവന്ന സിലിണ്ടറുകൾ, വയറുകൾ, ഒരു ബാറ്ററി, ഡൈനാമൈറ്റ് പോലെ തോന്നിച്ചു. പിന്നീട് ഇത് യഥാർത്ഥ ബോംബായിരുന്നോ എന്ന് ആർക്കും അറിയില്ല. കൂപ്പർ ശാന്തമായി അവളോട് പറഞ്ഞു, "നീ ഇവിടെ ഇരിക്കൂ, എൻ്റെ ആവശ്യങ്ങൾ പൈലറ്റിനോട് പറ." ഫ്ലോറൻസ് മറ്റൊരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് ടീന മക്ലോവും കൂടി ഈ വിവരം കോക്പിറ്റിലേക്ക് എത്തിച്ചു. പൈലറ്റ് വില്യം സ്കോട്ട് ഉടൻ എയർ ട്രാഫിക് കൺട്രോളിനെ വിളിച്ചു. വിവരം FBI-യിലും നോർത്ത് വെസ്റ്റ് ഓറിയൻ എയർലൈൻസിൻ്റെ ആസ്ഥാനത്തും എത്തി. കൂപ്പറിൻ്റെ ആവശ്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. $2 ലക്ഷം, ഇന്നത്തെ 1.3 മില്യൺ, $20 നോട്ടുകളുമായി 4 സിവിലിയൻ പാരച്യൂട്ടുകൾ, വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാനൊരു ട്രക്ക്. അവൻ ഒരു പ്രൊഫഷണലെ പോലെ സംസാരിച്ചു. പരിഭ്രമമില്ല, ദേഷ്യമില്ല. നോർത്ത് വെസ്റ്റിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് നെറോപ്പ് യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യങ്ങൾ അംഗീകരിച്ചു. FBI സിയാറ്റിൽ ടക്കോമ എയർപോർട്ടിൽ $2 ലക്ഷം 10,000 നോട്ടുകൾ ഓരോന്നിൻ്റെയും സീരിയൽ നമ്പർ രേഖപ്പെടുത്തി ഒരുക്കി. 4 പാരച്യൂട്ടുകൾ ഒരു നേവി പാരച്യൂട്ട് ഇൻസ്ട്രക്ടറിൽ നിന്ന് കടം വാങ്ങി. വൈകുന്നേരം 5:39 വിമാനം സിയാറ്റിൽ ഇറങ്ങി. കൂപ്പർ 36 യാത്രക്കാരെയും 2 ഫ്ലൈറ്റ് അറ്റൻഡറിനെയും വിട്ടയച്ചു. പക്ഷേ പൈലറ്റ്, കോ പൈലറ്റ്, ഫ്ലൈറ്റ് എഞ്ചിനീയർ ടീന മക്ലോ എന്നിവരെ വിമാനത്തിൽ തന്നെ നിർത്തി. FBI പണവും പാരച്യൂട്ടുകളും ഒരു ബാഗിലെത്തിച്ചു. കൂപ്പർ എല്ലാം പരിശോധിച്ചു. ഒരു സിനിമാ വില്ലനെ പോലെ ശാന്തമായി, പക്ഷേ നിയന്ത്രണത്തിൽ. അവൻ്റെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി മാത്രം. എന്താണ് അവൻ്റെ അടുത്ത നീക്കം? രാത്രി 7:46 വിമാനം സിയാറ്റിൽ നിന്ന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. കൂപ്പറിൻ്റെ ലക്ഷ്യം മെക്സിക്കോ സിറ്റി. പക്ഷേ അവൻ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. വിമാനം 10,000 അടിയിൽ താഴെ പറക്കണം. വേഗത 200 നോട്ടിന് മുകളിൽ പാടില്ല. ഫ്ലാപ്സ് 15 ഡിഗ്രിയിൽ. പിന്നിലെ സ്റ്റെയർവേ തുറന്നിരുന്നു. ഈ നിർദ്ദേശങ്ങൾ ഒരു പൈലറ്റിൻ്റെ അറിവോ എയറോനോട്ടിക്കൽ പരിജ്ഞാനമോ ഉള്ളവനെ സൂചിപ്പിച്ചു. പിന്നിലെ സ്റ്റെയർവേ ബോയിങ് 725 ഒരു പ്രത്യേകത. തുറക്കുമ്പോൾ വിമാനം അസ്ഥിരമാകാം. പൈലറ്റ് വില്യം സ്കോട്ട് ഇത് അപകടകരമാണ് എന്ന് പറഞ്ഞെങ്കിലും കൂപ്പറിൻ്റെ ഭീഷണി അവനെ നിശബ്ദമാക്കി. വിമാനം ഉയർന്ന 20 മിനിറ്റിനുള്ളിൽ കൂപ്പർ ടീന മക്ലോയെ കോക്പിറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. അവൻ തൻ്റെ കറുത്ത ടൈ, പണത്തിൻ്റെ ബാഗ് ഒരു പാരച്യൂട്ടിൻ്റെ സ്ട്രാപ്പുകൾ ഉപയോഗിച്ച് കെട്ടി. മറ്റൊരു പാരച്യൂട്ട് ധരിച്ചു. അവൻ്റെ ചലനങ്ങൾ പരിചയസമ്പന്നൻ്റേതുപോലെ ശാന്തം, ആസൂത്രിതം. രാത്രി 8 മണിയോടെ വിമാനത്തിൻ്റെ പിന്നിലെ സ്റ്റെയർവേ താഴ്ത്തി. ഒരു എയർ പ്രഷർ മാറ്റം, ഒരു ബംപ് ക്രൂവിന് അനുഭവപ്പെട്ടു.
കൂപ്പർ $2,00,000 ബാഗുമായി 200 മൈൽ വേഗതയിൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് -70 തണുപ്പിലേക്ക് വാഷിംഗ്ടണിൻ്റെ കാടുകളിലേക്ക് ചാടി. വിമാനം രാത്രി 10:15 നെവാഡയിലെ റെനോയിൽ ഇറങ്ങി. വിമാനത്തിൻ്റെ പിന്നിൽ പരിശോധിച്ചപ്പോൾ കൂപ്പർ ഇല്ല. അവശേഷിച്ചത് 2 പാരച്യൂട്ടുകൾ, ഒരു കറുത്ത ടൈ, 8 റെയ്നാൾഡ്സ് കുപ്പികൾ, ഒരു ബോബൺ ഗ്ലാസ്. FBI 1000-ലധികം സൈനികർ, ഹെലികോപ്റ്ററുകൾ, ഡോഗ് യൂണിറ്റുകൾ എല്ലാം ഉപയോഗിച്ച് വാഷിംഗ്ടണിലെ ഏരിയൽ മെറിവെതർ ലേവിസ് പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. കനത്ത മഴ, മഞ്ഞ്, കാടിൻ്റെ ആഴം, ഒരു തെളിവും കിട്ടിയില്ല. കൂപ്പർ ഒരു പുക പോലെ അപ്രത്യക്ഷനായിരുന്നു. FBI നോർത്ത് വെസ്റ്റ് ഹൈജാക്കിംഗ് എന്ന കോഡ് നാമത്തിൽ ഈ കേസിനെ അന്വേഷിച്ചു. 45 വർഷം, 60 വോളിയം ഫയലുകൾ, 800-ലധികം സംശയിക്കപ്പെട്ടവർ. കൂപ്പറിന്റെ ടൈയിൽ ടൈറ്റാനിയം, ബിസ്മത്ത്, അലുമിനിയം തുടങ്ങിയ അപൂർവ ലോഹങ്ങൾ കണ്ടെത്തി. അവനൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരിക്കാം എന്ന് സൂചിപ്പിച്ചു. 1980 ഒരു വലിയ തെളിവ്. വാഷിംഗ്ടണിലെ കൊളംബിയ നദിയുടെ തീരത്ത് 8 വയസ്സുകാരൻ ബ്രയാൻ ഇൻഗ്രാം $5,880 $20 നോട്ടുകൾ കൂപ്പറിന് നൽകിയ പണത്തിന്റെ ഭാഗം കണ്ടെത്തി. നോട്ടുകൾ മണ്ണിൽ കുഴിച്ചിട്ട പോലെ തകർന്നിരുന്നു. പക്ഷെ ബാക്കി 1,94,120 എവിടെ? കൂപ്പർ എവിടെ? FBI ഒരു സിദ്ധാന്തം: കൂപ്പർ ആ ചാട്ടം അതിജീവിച്ചില്ല. -70 തണുപ്പ്, 200 മൈൽ വേഗത, കനത്ത മഴ, ഒരു സ്യൂട്ടും ലോഫർ ഷൂസും മാത്രം. അവന് കാട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞിരിക്കില്ല. പക്ഷെ ചിലർ വിശ്വസിക്കുന്നു കൂപ്പർ ഒരു മാസ്റ്റർ മൈൻഡ് ആയിരുന്നു. അവൻ്റെ നിർദ്ദേശങ്ങൾ, പാരച്യൂട്ട് ഉപയോഗം, ശാന്തത ഇതെല്ലാം ഒരു പരിചയസമ്പന്നൻ്റെ ലക്ഷണങ്ങൾ. അവൻ ഒരു CIA ഏജന്റോ വിയറ്റ്നാം യുദ്ധത്തിലെ പാരാട്രൂപ്പോ ആയിരുന്നു. നിരവധി സംശയിക്കപ്പെട്ടവർ: റിച്ചാർഡ് മക്കോയ്, ഡുവൈൻ വെബർ, റോബർട്ട് റാക്സ്ട്രോ. പിന്നീടുള്ള അന്വേഷണങ്ങളിൽ ഇവരാരുമെല്ലാം തെളിഞ്ഞു. ജനപ്രിയ സംസ്കാരത്തിൽ കൂപ്പർ ഒരു ലെജൻഡായി. സിനിമകൾ, പുസ്തകങ്ങൾ, നെറ്റ്ഫ്ലിക്സിൻ്റെ DB കൂപ്പർ, വേർ ആർ യു എല്ലാം അവൻ്റെ രഹസ്യത്തെ ആഘോഷിച്ചു. ചിലർ വിശ്വസിക്കുന്നു അവൻ ഒളിവിൽ ഒരു ബീച്ചിൽ പണവുമായി ജീവിക്കുന്നു. മറ്റുള്ളവർ പറയുന്നു അവൻ കാട്ടിൽ മരിച്ചു, പണം നദിയിലൊഴുക്കി. DB കൂപ്പറിൻ്റെ കഥ ഒരു ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ഒന്നാണ്. അവനൊരു ഹീറോയോ വില്ലനോ അതോ ഒരു സാധാരണ മനുഷ്യനോ? അവൻ്റെ ധൈര്യം, ശാന്തത, പ്ലാൻ ഇതെല്ലാം നമ്മെ ഞെട്ടിക്കുന്നു. 50 വർഷത്തിന് ശേഷവും ഈ രഹസ്യം അവസാനിച്ചിട്ടില്ല. FBI കേസ് 2016 ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. പക്ഷെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോഴും കൂപ്പറിനെ തേടുന്നു. നിന്റെ അഭിപ്രായം എന്താണ്? കൂപ്പർ ജീവിച്ചോ? അവൻ ആരായിരുന്നു? കമൻറ്റ് ബോക്സിൽ നിന്റെ തിയറി പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ. അടുത്ത ക്രൈം സ്റ്റോറിയിൽ കാണാം. നന്ദി.